അല്ലാഹ് പറയുന്നു വഖുലൂബുൽ മുലൂകി ഫീ യദീ. രാജ്യം മുഴുവനും ഭരിക്കുന്ന ഭരണാധിപന്മാർ, അവരുടെ ഹൃദയങ്ങളൊക്കെയും എൻ്റെ കുദറത്തിലാണ്. അതേ, ഞാൻ അവരെ നിയന്ത്രിക്കുന്നവനാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട് വഇന്നൽ ഇബാദ, അടിമകള്, എൻ്റെ സൃഷ്ടികള്, ഞാനാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അടിമകള് വഇൻഹും അസൗനി വഇൻഹും അതാഉനി, അവരെന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, എന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരീരേച്ഛകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരെ ജീവിക്കാൻ ഞാൻ എൻ്റെ പ്രവാചകന്മാരെ വിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് ജീവിത ലക്ഷ്യം പരലോകത്തുള്ള വിജയമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക നശ്വര ജീവിതത്തിലുള്ള ഈ ദുനിയാവിലുള്ള ആഡംബരങ്ങളിൽ മുഴുകിയിട്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ പോയിക്കൂടാ എന്ന് ഞാൻ എൻ്റെ പ്രവാചകന്മാരെ വിട്ടുകൊണ്ടവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്ത് അവരെന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണോ? ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം, അവരെ ഭരിക്കുന്ന ഭരണാധിപന്മാരുടെ ഹൃദയങ്ങളെ ഞാൻ മറിക്കുന്നതാണ്. ബിന്നിഅമതി വറഅഫതി അലൈഹിം, അവർക്ക് കൃപ ചെയ്യുന്ന മനസ്സുള്ളവരായിട്ട്, അവരോട് കാരുണ്യം ചെയ്യുന്ന മനസ്സുള്ളവരായിട്ട് അവരെ ഭരിക്കുന്ന ഭരണാധിപന്മാരുടെ ഹൃദയങ്ങളെ ഞാൻ മറിക്കും. എൻ്റെ രക്ഷിതാക്കളെ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നടപ്പിൽ വരുത്തിയ ചരിത്രം നിങ്ങൾ ലോകത്തുള്ള ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ചവർക്ക് മുഴുവനും അറിയാൻ കഴിയും കേട്ടോ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ ജീവിക്കുന്ന നാടുണ്ടോ, ആ നാട്ടിൽ ഇസ്സത്തുണ്ട്, അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. റബ്ബിനെ ധിക്കരിച്ചവരാരുണ്ടോ അവരുടെ മേൽ അല്ലാഹു തആല ശത്രുക്കളെ അധികാരമേൽപ്പിച്ചിട്ടുണ്ട്. ഇത് അനുഭവമല്ലേ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം. അതേ പ്രകാരത്തിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് നൂറുദ്ദീൻ സിംഗീതങ്ങളെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെയും ഭരണാധിപന്മാരുടെയും ഒക്കെ ചരിത്രം പഠിച്ചവർക്കറിയാം.